CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ വിലയിരുത്തലും തിരിച്ചുവരവിനുള്ള മാർഗങ്ങളുമാണ് യോഗത്തിന്റെ അജണ്ട. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതിലാണ് രാഷ്ട്രീയ ആകാംക്ഷ. വിവരങ്ങളുമായി ജിബിൻ ജെബി തുടരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. CPM-നെ സംബന്ധിച്ചിടത്തോളം കനത്ത തോൽവി, ചരിത്ര പരാജയത്തെ പറ്റിയുള്ള വിശദമായ ചർച്ച, തുറന്നടിക്കാമെന്ന് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നേതൃനിരയിൽ ആർക്കൊക്കെ എതിരെ തുറന്നടിക്കുമെന്നത് കണ്ടറിയണം. അത് വലിയ ആകാംക്ഷയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്തായിരിക്കുമെന്ന് ഇന്നലെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ പ്രധാന അജണ്ട അത് തന്നെയായിരിക്കില്ലേ? ഗോകുൽ, അത് തന്നെയാണ് കാരണം. വലിയ രീതിയിലുള്ള ഒരു പരാജയം, അതിനുശേഷമാണ് തൊട്ടു പിന്നാലെയുള്ള ദിവസം തന്നെ അന്ന് CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അന്ന് ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് KK ശൈലജ ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിച്ചു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അന്ന് പുറത്തു വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിറ്റ് ബ്യൂറോ, അതായത് ഈ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് മാത്രമല്ല തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു വന്ന വാർത്തകൾ. പക്ഷേ അന്നും തിരഞ്ഞെടുത്തില്ല. കഴിഞ്ഞ ദിവസം ഇതിനുശേഷം പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ സംസ്ഥാനത്തേക്ക് മടങ്ങുന്ന സമയത്താണ് കേരളത്തിലായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാനത്ത് വെച്ച് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം പാർട്ടി സെക്രട്ടറി തന്നെ MV ഗോവിന്ദൻ തന്നെ പറയുകയും ചെയ്തത്. എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കാനിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രം ഇന്ന് ചേരുകയും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതി യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഇതിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഈ CPM-നേറ്റ പ്രത്യേകിച്ച് LDF-നേറ്റ ഈ വലിയ പരാജയത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കൂടി വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇത് ഏറ്റവും നിർണായകമാവുക എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷയെ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്ന അതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പാർട്ടി കോട്ടകളിലേറ്റ വിള്ളലാണ്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരത്തൊക്കെ പാർട്ടി കോട്ടകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടായിട്ടുണ്ട്. CPM-ന്റെ തന്നെ വോട്ടുകൾ ചോരുകയും ചെയ്തിട്ടുണ്ട്. അത് CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നുള്ള വലിയ ആരോപണങ്ങൾ പോലും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കടകംപള്ളിക്കൊക്കെ എതിരെ പരസ്യമായി ഫ്ലെക്സ് പോലും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളായിരിക്കും ഇന്ന് നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത കാര്യത്തിലേക്ക് ചർച്ച പോകാം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ CPI ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരു പദവി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോയിലൊക്കെ ചർച്ചയായിരിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് CPI-യിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തോൽവിക്ക് തൊട്ടു പിന്നാലെ നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെയാണ് CPI പോലും CPI നേതൃയോഗങ്ങളിൽ പോലും CPM-നെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു അവകാശവാദം CPI ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ആ വിഷയവും കൂടി ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നാളെ ചേരുന്ന CPM-ന്റെ നേതൃയോഗങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഗോകുൽ, ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ഉപനേതാവെന്നത് LDF-ൽ പതിവുള്ളതല്ല. അക്കാര്യത്തിൽ പക്ഷേ ഇത്തവണ CPI കാര്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിലൊക്കെയും CPM-ന്റെ നിലപാട് ഇന്നൊരു പക്ഷേ അറിഞ്ഞേക്കാം. ഒപ്പം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്ന കാര്യത്തിലും ഏതാണ്ട് അദ്ദേഹത്തിന്റെ പേരിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ പിണറായിക്ക് ആ ചുമതല ഏൽപ്പിക്കുമോ, അതല്ലെങ്കിൽ മറിച്ച് എന്തെങ്കിലും ഒരു നേതൃമാറ്റം വരുമോ? വലിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പിണറായി വിജയൻ. ഇനി പുതുമുഖങ്ങൾ വരട്ടെ എന്ന വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് CPI നേതൃത്വം പറഞ്ഞത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരിക്കാം ആരാകും തീർച്ചയായും CPM-ലും ചർച്ചയുടെ കാലമാണ്. ഇനി അങ്ങോട്ടേക്ക് താഴെത്തട്ടിൽ മുതൽ പ്രവർത്തകരെ, അണികളെയൊക്കെ കേൾക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ വലിയ രൂക്ഷ വിമർശനങ്ങൾ തുറന്നടിക്കാമെന്ന് സെക്രട്ടറി തന്നെ സ്വാഗതം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളായിരിക്കും. ചർച്ചകളുടെ കാലമാണ് ഈ CPM-ലും CPI-ലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.